ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡീലിങ്ങിൻ്റെ 615 എന്ന് പറഞ്ഞ സിംഗിൾ ബാൻഡ് റൗട്ടർ വയേർഡ് ആയിട്ട് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. കാരണം ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ഇതാണ് നമ്മുടെ റൗട്ടർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അഡാപ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു അഡാപ്റ്റർ ഇവിടെ കണക്ട് ചെയ്യുക. ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യുന്ന പോർട്ട് ഉണ്ട്, അവിടെ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെറ്റ്വർക്ക് കേബിൾ ഇവിടെ വാൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് ഒരു 4 പോർട്ടാണ്, ലാൻ പോർട്ടാണ് ഇവിടെ ഉള്ളത്. ഈ 4 ലാൻ പോർട്ടിൽ ഒരെണ്ണം വാൻ എഴുതി റെഡി ഉണ്ടാവും. വാൻ പോർട്ടിൽ വേണം നമ്മൾ ഈ ഒരു ലാൻ കേബിൾ കണക്ട് ചെയ്യാനായിട്ട്. ഇത് നേരെ നമ്മുടെ മോഡത്തിൽ നിന്ന് വരുന്ന കേബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ വാൻ എന്ന് പറഞ്ഞ പോർട്ടിൽ ആദ്യം കണക്ട് ചെയ്യുക, എന്നിട്ട് പവർ ഓൺ ചെയ്യും. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ലൈറ്റുകൾ കത്തും. അതായത് നമ്മൾ ഓൾറെഡി കുത്തുമ്പോൾ തന്നെ 3 ലൈറ്റ് കത്തിയത് കോൺഫിഗറേഷൻ ആവും. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ആദ്യം തന്നെ അത് കുത്തിയിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിലോട്ട് ആ വൈഫൈ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഒരു നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ വൈഫൈ ആണ് ഇവിടെ കണക്ട് ആയി കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 615 നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാനായിട്ട് നോക്കുക, നമുക്ക് ഇതിൻ്റെ വൈഫൈ ഇവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 615 എന്ന് പറഞ്ഞ ഒരു പേര് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ ഈ റൗട്ടർ, ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന റൗട്ടർ ഇതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു Cat 6 കേബിൾ ആണ്. Cat 6 കേബിൾ നമുക്ക് മേടിക്കാൻ കിട്ടും. എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും. ക്രിമ്പ് ചെയ്ത് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്ത് 2 സൈഡും കണക്ടർ അടിച്ച Cat 6 കേബിൾ കിട്ടും. ഈ ഒരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലിരിക്കുന്ന മോഡം അല്ലെങ്കിൽ ONU-ൽ നിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. അതിൽ ഏതെങ്കിലും പോർട്ടിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വാൻ പോർട്ടിൽ വേണം കണക്ട് ചെയ്യാൻ. 4 ലാൻ പോർട്ടുകൾ കണ്ടിട്ടുണ്ടാവും അവിടെ. അതിനകത്ത് ഒരെണ്ണം വാനിൽ ഇതിലുണ്ടാവും. ആ വാൻ പോർട്ടിൽ വേണം നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു DIR 655 കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യുക. പാസ്വേഡ് ചോദിക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് ഇതിൻ്റെ റൗട്ടറിൻ്റെ അതിൻ്റെ പുറകിലായിട്ടൊരു പാസ്വേഡ് ഉണ്ടാവും. ഈ കാണുന്നതിൽ വൈഫൈ പാസ്വേഡ് വന്നിട്ട് ഈ ഒരു WPS പിന്നോ ചെയ്യണം. ഇത് തന്നെയായിരിക്കും എൻ്റെ പാസ്വേഡ് വരുന്നത്. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കാം. എന്നിട്ട് കണക്ട് കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒബ്റ്റൈനിങ് IP അഡ്രസ് എന്ന് പറയും. കണക്റ്റഡ് വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആണ്, കാരണം അത് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് കണക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലോഗിൻ പേജിലോട്ട് പോകും. അതായത് നമ്മൾ ആ വൈഫൈ കണക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ആ ഒരു DIR 615-ൻ്റെ ആ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ എൻട്രി IP അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡീലിങ്ങിൻ്റെ പേജ് വരും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വൈഫൈ കണക്ട് ചെയ്തേക്കുന്ന അവിടെ ഒന്ന് പ്രസ് ചെയ്താലും മതി, ഈ ഒരു പേജ് വരും. അപ്പോൾ ഇതിന് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഇംഗ്ലീഷ് യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം സെലക്ട് മോഡ്, അതായത് നമ്മളിപ്പോൾ വയേർഡ് ആണോ വയർലെസ് ആണോ. ഞാൻ പറഞ്ഞില്ല, 2 വിധത്തിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. വയേർഡും പറ്റും, വയർലെസ്സും പറ്റും. നമ്മൾ വയേർഡ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വയേർഡ് കൊടുക്കുക. വയർ കൊടുത്തിട്ട് റൗട്ടർ മോഡ്, റൗട്ടർ ആണോ ആക്സസ് പോയിന്റ് ആണോ എന്ന് വെക്കുകയാണ്. നമ്മൾ റൗട്ടർ മോഡിൽ തന്നെയാണ്, കാരണം വയർ കൊടുക്കുമ്പോൾ എപ്പോഴും റൗട്ടർ മോഡിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഓപ്ഷനിൽ ഈ ഒരു കണക്ഷൻ ടൈപ്പ് ചോദിക്കും. അത് ഡൈനാമിക് IPv4 കൊടുക്കുക. IPv4 കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനകത്ത് ഇവിടെ ജസ്റ്റ് DIR 615, അതായത് നമ്മുടെ വൈഫൈയുടെ പേര്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു റൗട്ടറിന് നമ്മൾ ഇടാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പേരാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് EXT എന്ന പേര് കൊടുക്കുന്നുള്ളൂ. അതായത് എക്സ്റ്റാർട്ട് എന്നുള്ള EXT എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ പാസ്വേഡ്, ഇത് ഓൾറെഡി അതിനകത്ത് കിടക്കുന്ന പാസ്വേഡാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് മാറ്റി വെറുതെ 1 2 3 4 5 6 7 8 9 0 ഒരു പാസ്വേഡായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എല്ലാം നെക്സ്റ്റ് എടുത്ത് ഇതിനകത്തൊരു പാസ്വേഡ് ചോദിക്കും. ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കാം. ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാം. നമുക്ക് ഇന്ന പാസ്വേഡ് കൊടുക്കണമെന്നില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടുത്ത പ്രാവശ്യം ഈ ഒരു പേജിൽ കയറാൻ നേരത്ത് കൊടുക്കേണ്ട ഒരു പാസ്വേഡാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ ഒരു റൗട്ടർ വയേർഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്.
അപ്ലൈ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വൈഫൈ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേര് വരും. അതായത് ഇപ്പോൾ നമുക്ക് വൈഫൈ സെറ്റിംഗ്സിൽ പോകാം. വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് നോക്കാം നമുക്കിപ്പോൾ ഏതാണ് ഈ കണ്ടില്ലേ EXT എന്ന് പറഞ്ഞൊരു വൈഫൈ വന്നിട്ടില്ലേ, ആ ഒരു EXT ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ EXTയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് EXT എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുത്തത്. അതിനകത്തോട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റ് പാസ്വേഡ് 1 തുടങ്ങി 0 വരെ ഒരു ചെറിയൊരു പാസ്വേഡാണ് കൊടുത്തത്. അതിനകത്ത് കൊടുക്കുക, കണക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്. ഇപ്പം തന്നെ കണക്ട് വരും. കണക്റ്റഡ് ദാറ്റ് മീൻസ് ഇതിനകത്ത് ഇൻ്റർനെറ്റ് ആയി, ഇതിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു 615 വയേർഡായിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വയർലെസ് ആയിട്ട് എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത് നോക്കാം.